22, 23, 24, 25, 26, 27, 28, 29, 30, 31. ഒരു 10 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഇതിപ്പോ ആരോട് പറയും? സ്വന്തം തന്തയുടെ കുരിപ്പുകേട്. 5 പൈസയുടെ വിവരമില്ലാണ്ടായി പോയി. പിന്നെ എന്താ പറയാ? അമ്മ പ്രസവിച്ച ആ ഡേറ്റിന് തന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിരുന്നെങ്കിലും ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ബുദ്ധിയുള്ള ആളുകളൊക്കെ ചെയ്യുക 1 വർഷം കുറച്ചാണ് കാണിക്കുക. പൊന്നച്ചാ, നിങ്ങൾ മരിച്ചു പോയോടത്തിൽ പറയല്ല, വല്ലാത്ത ദ്രോഹം എന്നോട് ചെയ്തത്. ഒരു തന്താരും മക്കളോട് ഇതുപോലെ ദ്രോഹം ചെയ്യാൻ പാടില്ല. വലിയ കഷ്ടമായി പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫോൺ ബ്ലൂടൂത്തിലായിരുന്നോ? എന്ത്? ആരോടെ വർത്താനം പറഞ്ഞോണ്ടിരുന്നേ? അത് ഞാൻ അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ്റെ അടുത്താ? ഓ, അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ ചെയ്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മരിച്ചാലും പറഞ്ഞാൽ തീരില്ല. സത്യേട്ടായിരുന്നു. എന്താന്നേ? അതായത് ഈ സർവീസ് റൂളിനകത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1-ാം തീയതി ആണെങ്കിൽ തൊട്ട് മുന്നത്തെ മാസം 31-ന് റിട്ടയർ ചെയ്യണം. അത് 2-ആണെങ്കിൽ അടുത്ത മാസം 31-ന് റിട്ടയർ ചെയ്താൽ മതി. അതുകൊണ്ട് അങ്ങനെയാ? അതുകൊണ്ട് 30 ഒരു മാസം കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ ഏട്ടൻ പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ കാര്യങ്ങൾ ഓർത്തതാണ്. എന്റെ പൊന്ന് സത്യേട്ടാ, ഇത്രയും വർഷം സർവീസ് കിട്ടിയില്ലേ? അത് പോരെ? അത് മതി. പക്ഷെ വേറൊരു വിഷയം ഉണ്ടെന്നേ. നീ ഇങ്ങോട്ടിരിക്കേ. എന്ത് സത്യേട്ടാ? ആ കോൺട്രാക്ടർമാരായിട്ടുള്ള കോയം പ്യാരിജാനുണ്ടല്ലോ, അവരുടെ ഹ്യൂജ് എമൗണ്ടിന്റെ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പൊ നല്ല എമൗണ്ട് കമ്മീഷനായിട്ട് വരേണ്ടതാ. അതിപ്പോ ഈ ദിവസത്തിന്റെ ഉള്ളിൽ തീർക്കണം. തീരില്ല. ആ കോയനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണില്ല. പ്യാരിജാതനെ 4-5 പ്രാവശ്യമായിട്ട് വിളിച്ചു, അയാൾ ഫോൺ കൊടുക്കണില്ല. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇല്ല, വർക്ക് 2 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ ബില്ലൊന്നും നോക്കിയാൽ നമ്മുടെ ക്ഷീണം മാറും. ഇല്ല, അതെ, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബെന്നി സാറില്ലേ അരൂരുള്ള, പുള്ളിയുടെ ആ ചീനവല റിസോർട്ട് ഞാൻ എടുത്തേ. ഒരു ചെറിയ വിലക്ക് അത് കിട്ടി. ഇപ്പൊ അവിടെയാണ് സാറേ ഫോൺ അടിക്കുന്നത്. കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്. അപ്പൊ ഒരാഴ്ച കൊണ്ട് അത് തീരും. പണിക്കാരെ കിട്ടാനില്ലാന്നേ സാറേ. ഫോൺ അടിക്കുന്നു. ഉണ്ണിയന്റെ സഹായത്തിന് ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എന്ത് തോന്നിവാസം കാണിക്കാല്ല. നല്ല സൗകര്യമല്ലേ? ഫോൺ അടിക്കുന്നു. ഞാൻ വിളിക്കാം. എടാ, അത് എടുക്കണ്ട, അത് മോഹൻലാലാണ്. ശരി. കാര്യം മോഹൻലാലാണെന്ന്. മോഹൻലാലാ? പുള്ളിക്ക് ഇത്തിരി സമയം കിട്ടി, അപ്പൊ എന്നെ വിളിക്കണം. നമ്മുടെ ഈ തിരക്ക് അയാൾക്ക് മനസ്സിലാകണ്ടേ? അതവിടെ ഇരിക്കട്ടെ. ഞാനേ എടാ കുട്ടേട്ടാ, ഒരു 3-4 ഇളനീര് വെട്ടി വെച്ചേരണ്ടാ. നല്ലത് നോക്കിയിട്ട് നമ്മുടെ ഗസ്റ്റ് വരും. ആ വണ്ടികൾ പോരട്ടെ. തട്ടിക്കോ. ലാലേട്ടാ, അറബിക്കടയിൽ സിംഗം, മരക്കാറ് എല്ലാം ഈ 2 പ്രാവശ്യം കണ്ടി ലാലേട്ടാ. ഭയങ്കര ഇഷ്ടം. സത്യ സാറാ? സത്യ സാറേ, ഞാൻ വിളിക്കാം. സാറേ, എന്താ? സത്യ സാറാണ്. സത്യ സാറാണ് സാറേ. സത്യ സാറാ വിളിച്ചു. ലാലേട്ടനെ വിളിച്ചു. ഹലോ. സത്യം സാറേ, ഞാൻ അപ്പുറത്ത് ഇത്തിരി വർക്കിലായിരുന്നു. ഫോൺ ഇവിടെ ടേബിളിലിരുന്ന് അടിച്ചു കണ്ടില്ല. ഇനി എത്ര ദിവസമുണ്ട്? 32 അല്ലേ? അല്ലല്ല, 32 അല്ല, 41 ദിവസമുണ്ട്. 41? ശരി. ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ സാറേ. വലിയ പ്രയാസമുണ്ട്. സാറിനെ പോലത്തെ ഒരാൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിഞ്ഞു പോണതിനെ കുറിച്ച് ഓർത്തിട്ടെ. അത് ഈ PWDക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിന് തന്നെ ഒരു നഷ്ടവും. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് പ്യാരി. എന്താ ചെയ്യാ, റിട്ടയർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സാറിനെ പോലെ ഒരു കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും സത്യസന്ധതയൊക്കെ ഉള്ള ഒരാളല്ലേ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോണത്. അല്ല, എന്തായി നമ്മുടെ വർക്കിന്റെ കാര്യം?
അല്ല ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോരുന്നതിന് മുന്നേ നമുക്കത് ഫിനിഷ് ചെയ്ത് ബില്ല് മാറി എടുക്കണ്ടേ? ഞാൻ ഈ വർക്ക് ഒരാഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്ത് സാറിന് ബില്ലാക്കി സാറിനുള്ള തന്നിട്ടേ ഞാൻ പോരുള്ളൂ. ആ പിന്നെ ഉറപ്പല്ലേ, ഞാൻ വിളിക്കാം കേട്ടാ. കള്ള നാറി, 1 മാസവും കൂടി ഉള്ളു, ബാക്കിയുള്ളതും കൂടി മേടിച്ച് തിന്നാൻ വേണ്ടിട്ട് വിളിക്കാണ്. ഇത്രയും നാൾ എന്തായിരുന്നു ഗമ എന്തെങ്കിലും ഒരു ബില്ലായിട്ട് ചെന്നാല് ഇത് ഞാൻ തീറ്റിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. നീയേ ആ കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സിഗരറ്റ് വേണോ? സിഗരറ്റ് വെച്ചു. എന്നെ ക്യാൻസർ വരുത്തി കൊല്ലാൻ നീ. മൊയ്തു, അല്ല ഞാൻ 5 മണി ക്ലബിലേക്ക് എത്താം. അത് പറഞ്ഞ വാക്കല്ലേ. ശരിതാ. നിങ്ങൾക്ക് എന്തുദ്യോഗസ്ഥരാടോ? ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അല്ലേ? താൻ എവിടെ പോയി കിടക്കായിരുന്നു? സാറെന്ത് വിളിച്ചോ പറയും. മൊയ്തു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരല്പം ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ബഹുമാനമൊക്കെ ഇപ്പോഴും ഉണ്ട് സാറേ. സാറ് വിളിച്ച കാര്യം പറയും. ഞാൻ അടുത്ത് തന്നെ റിട്ടയർ ചെയ്യാൻ പോവാണെന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടാവും. അത് തോന്നലല്ലോ സാറേ, നടക്കാൻ പോണ കാര്യമല്ലേ. അതുകൊണ്ട് ബഹുമാനക്കുറവൊന്നുമില്ല. സാറ് വിളിച്ച കാര്യം പറയും. സാറേ, മൊയ്തു സാറേ, സാറിൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ഒരാള്. നമ്മുടെ FSന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുമേഷ് ഏട്ടൻ, നമ്മളെ മണ്ഡല സെക്രട്ടറി. അതെന്തായി എന്നുള്ളത് അത് ഞാൻ വിളിക്കാം. സുമേഷ് ഏട്ടൻ ഞാൻ വിളിക്കാം. അത് അങ്ങൊന്ന് വിളിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ഹലോ സുമേഷ് ഏട്ടാ, മൊയ്തുവാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്ത് വിശേഷം മൊയ്തു? എൻ്റെ ലോണിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാ. മന്ത്രിയുടെ ഓഫീസിലോ? ആണോ? ഒരു മന്ത്രിയുടെ ഓഫീസിലാണല്ലോ ഇപ്പോ. 25,000 രൂപയുടെ ലോണിന് എന്തിനാണ്ടാ ഈ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ പോണത്? അതല്ല, എൻ്റെ ഓഫീസിലെ സത്യശീലൻ സാറില്ലേ, ഏയ് മൂപ്പര് തീരാൻ പോവാണല്ലോ. അല്ല, പിരിയാൻ പോവാണ് ഈ മാസേ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ FS ഒന്ന് ശരിയാക്കണം, ഫിനാൻഷ്യൽ സാങ്ഷനേ. അത് നീ തന്നെ അങ്ങോട്ട് ശരിയാക്കി കാര്യങ്ങളൊക്കെ നടത്തടാ. എനിക്കിതെന്തെങ്കിലും അറിയാവണോ മോനെ? പാർട്ടി ഫണ്ടിലേക്കോ? ഞാൻ പറയാം. പാർട്ടി ഫണ്ടിലേക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ? അത് തരും സുമേഷേട്ടാ. അതെന്താന്ന് വെച്ചാൽ മൂപ്പര് തരും. നമ്പർ ഇപ്പൊ പറഞ്ഞു. നമ്പർ എഴുതിയെടുത്തോളേ. 1646. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്, റോഡ് ആൻഡ് ബ്രിഡ്ജ്, കരമാട്ടുകര. എനിക്കൊന്നും മനസ്സിലായില്ലാട്ടാ. ശരി എന്നാല് വെച്ചോളേ. അപ്പൊ സാറേ, സാറ് പിരീഡിന് മുമ്പ് FS ഓക്കെ. സമാധാനായി എനിക്ക്. പിന്നെ പാർട്ടി ഫണ്ടിന്റെ കാര്യം മറക്കണ്ട, കൊടുക്കാലോ. അപ്പൊ നമുക്ക് FS കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ടെൻഡർ വിളിച്ച് ഒരു 10-35 ദിവസത്തിനുള്ളിൽ പണി അങ്ങ് തീർത്ത് ആ ബില്ലങ്ങ് മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ, സാറിന് കമ്മീഷൻ കിട്ടും. അതിന് മാത്രമൊന്നും കാണില്ല. അതൊക്കെ നമുക്കറിയാലോ.